ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം രുചിഗ്രഹത്തിലെ ബിഗ് ഷെഫ് തിരിച്ചെത്തിയിട്ടുണ്ട്. അതും തനി നാടൻ റെസിപ്പിയായിട്ടാണ് പുള്ളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പച്ചക്കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു നല്ല റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചക്കപ്പ കൊണ്ട് നമ്മൾ പല വിധത്തിലുള്ളതായ റെസിപ്പികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്നുണ്ടാക്കുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കപ്പ റോസ്റ്റ്. അതിനെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ കപ്പ കുടഞ്ഞതെന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേക സൈഡ് ഡിഷുകളൊന്നും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ കഴിക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് തയ്യാർ ചെയ്യാം. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് കപ്പ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി 2 കിലോ കപ്പയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. കപ്പ വൃത്തിയായിട്ട് കഴുകി ഏതാണ്ട് ഈ പരുവത്തിൽ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. കപ്പ എടുത്തിട്ട് നമ്മൾ വലിയ വലിപ്പം സൈസ് കൂടരുത്. ഈ പരുവത്തിൽ കപ്പ മുറിച്ചെടുക്കണം. ഇതേ പരുവത്തിൽ നമ്മൾ ഇതുപോലൊരു പാത്രം, ഇതിനകത്താണ് നമ്മൾ കപ്പ കുടയുന്ന ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വലിപ്പത്തിലുള്ളൊരു പാത്രമാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഭാഗം വെള്ളം ഒഴിക്കാം. ഈ ഭാഗം വരെ മതി വെള്ളം. വെള്ളം അല്പം കൂടിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കപ്പയുടെ കട്ടൊക്കെ ഇങ്ങ് മാറിക്കിട്ടും. നമ്മളിത് ഊറ്റി കളയേണ്ടതാണ്. ഇത് മതി വെള്ളം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ കപ്പ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ കപ്പ നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇത് കപ്പ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇത് വെന്ത് പോകരുത്. കണ്ടമാനം വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കപ്പ കുടയുമ്പോൾ അത് ജാമായി പോകും. അപ്പോൾ നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. കപ്പ നമ്മൾ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്, തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ആ തിളയ്ക്കാൻ വെക്കുന്ന സമയം കൊണ്ട് അതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയുടെ അല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, കാന്താരിമുളക് ഉണ്ടെങ്കിൽ ഒരു 3-4, എരിവുള്ള കാന്താരിമുളകാണ്, ഒരു 3-4 കാന്താരിമുളക്. ഇനി കാന്താരിമുളക് ഇല്ല എങ്കിൽ 2 പച്ചമുളക് മുറിച്ചിട്ടാലും മതി. ചെറിയുള്ളി ഒരു 6 ചെറിയുള്ളി, ഒരു 1/2 കപ്പ് തേങ്ങ, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വലുതായിട്ട് അങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകണ്ട. ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ മസാല അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മസാലയ്ക്കകത്ത് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് അരച്ചത്. അത് ഏതാണ്ട് ഈ പരുവം അരച്ചാൽ മതി. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് മസാല ചേർത്ത് ചേർക്കാം. നമ്മുടെ കപ്പ വേവായിട്ടുണ്ട്. ഈ പരുവം മതി, വെന്താൽ മതി. വെന്ത് പോകണ്ട. ഈ പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പൂടെ ചേർക്കണം. മസാലയ്ക്കകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. എങ്കിലും ഈ കപ്പയ്ക്കകത്തുനിന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഇത്രയും ഉപ്പൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. ഇളക്കി ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി സ്ട്രെയിൻ ചെയ്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് അടുത്ത മസാല ചേർക്കാം. കപ്പയൊക്കെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മുടെ മസാല, അരച്ച് വെച്ചേക്കുന്ന മസാല ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് ഇവിടെ കഴുകി നമുക്ക് ചേർക്കാം. മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 തണ്ട് കരിയാപ്പിലയോടെ ചേർക്കാം. കപ്പ നമുക്കൊന്ന് മൂടിയിടാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടി മാത്രം. നമ്മുടെ കപ്പയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണം മാറി. ഇനി നമുക്കിതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർക്കാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഇനിയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതായ കപ്പ കുടയുക എന്ന് പറയുന്നത്. അത് കോട്ടയം ഭാഗങ്ങളിലൊക്കെയാണ് ഈ കപ്പ കുടയുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റോസ്റ്റ് എന്ന് പറയും. ഇങ്ങനെ കപ്പ എടുത്തിട്ട് ഇത് നമ്മൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ ഇട്ടിട്ട് മസാല പിടിക്കാതെ വരും. കപ്പ കുഴഞ്ഞു പോവും. കപ്പ കുടഞ്ഞു.
റെഡി ആയിട്ടുണ്ട്. മസാല നമ്മൾ എല്ലാ സ്ഥലങ്ങളും പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കുരുമുളകിൻ്റെയൊക്കെ. ഞങ്ങളുടെ രുചിഗ്രഹത്തിൻ്റെ കപ്പ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഞങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ രുചിഗ്രഹത്തിന് ഞങ്ങളിടുന്നതായ എല്ലാ റെസിപ്പികളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.